വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തേഞ്ഞിപ്പാലവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെ RSSനെ ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി മതിക്കാൻ ശ്രമിക്കുന്ന നരാധമനായ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള രക്തമൊഴുക്കി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഷയിൽ 15 ലക്ഷം ബ്ലഡി ക്രിമിനൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നാഗപ്പൂരിലെ പ്രമാണിമാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ ആരിഫ് മുഹമ്മദ് ഖാന് സ്ത്രീധനം കിട്ടിയ വകയല്ല പ്രഖ്യാപിക്കുകയാണ്. പോലീസ് ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് പോലീസിന്റെ സൈറൻ കണ്ടാൽ പിന്തിരിഞ്ഞോടുന്ന കേസുമല്ല. മനസ്സിലാക്കേണ്ടത് ഇതാ, ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ തല പൊട്ടി ചോരയൊലിക്കുകയാണ്. ഞങ്ങൾക്ക് ഗവർണറോട് പറയാനുള്ളത് 2 വരി കവിത മാത്രമാണ്. രക്തസാക്ഷികളാകാൻ ഞങ്ങളുടെ പടയണിയിൽ നൂറുകണക്കിന് ജീവന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ മർദ്ദനോപാധികൾ കൊണ്ടൊന്നും SFIയെ തല്ലിയൊതുക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഉജ്ജ്വലമായ സമരത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരുടെ രക്തം കൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ SFI വരും ദിവസങ്ങളിൽ ചരിത്രം രചിക്കും. ആരിഫ് മുഹമ്മദ് ഖാന്റെ സിംഹാസനത്തെ ഇളക്കി അറബിക്കടലിൽ വലിച്ചെറിയുന്നത് വരെയുള്ള പോരാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിക്കും. പ്രിയപ്പെട്ടവരെ, ആ പോരാട്ടം SFI കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കേരളത്തിൽ കയ്യൂരിലെ, കരിവള്ളൂരിലെ, കാവുമ്പായിലെ, മുനയംകുന്നിലെ, പാടിക്കുന്നിലെ, തെലങ്കാനയിലെ, തേബാഗയിലെ, മൊറാളയിലെ, േരിയിലെ ധീരരായ പോരാളികളുടെ രക്തം കൊണ്ട് പടുത്തുയർത്തിയ ഈ പതാക കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പാറിക്കളിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങളുടെ പിത്തനാട്ടം അങ്ങ് നാഗപ്പൂരിലെ പ്രമാണിമാരുടെ അടുത്തുകൊടുത്താൽ മതി എന്നാണ് SFIക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ തീക്ഷ്ണമായ സമരം ഇവിടം കൊണ്ട് അവസാനിക്കും. ഏത് പോലീസ് തല്ലിയൊതുക്കിയാലും, ഏത് കേന്ദ്രസേന വന്നാലും, ഏത് റിസർവ് ബറ്റാലിയൻ വന്നാലും തകരുന്ന പോരാളികളുടെ പേരല്ല സഖാവ് അഭിമന്യുവിന്റെ സംഘടന. ഞങ്ങൾ രക്തം കൊണ്ട് ഈ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ സംഘടിപ്പിക്കും. ഈ സമരം ഒരുപക്ഷെ ഇവിടെ അവസാനിച്ചേക്കാം. നാളെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിന്റെ ശീതീകരിച്ച മുറിയിലിരുന്ന് പാട്ടും കേട്ടുറങ്ങാമെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ SFI ആണ് പറയുന്നത്. അത്യുജ്വലമായ സമരത്തിന് ഈ കേരളം സാക്ഷ്യം വഹിക്കും. KSUവും MSFും SIOയും ഫ്രട്ടേണിറ്റിയും അവരുടെ നാക്ക് വിഴുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നിശബ്ദമായിരിക്കാൻ ഞങ്ങളുടെ സംഘടന തയ്യാറല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമരം അങ്ങ് തുടരുകയാണ്. ഈ സമരം ഒരു ലാത്തിയടി കൊണ്ടിതാ ഞങ്ങളുടെ പ്രവർത്തകരുടെ തലയിൽ നിന്നും ഒഴുകുന്ന രക്തത്തെ സാക്ഷി നിർത്തി SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിലിറക്കാത്ത പോരാട്ടം കേരളത്തിലെ SFI സംഘടിക്കുക തന്നെ ചെയ്യും. ആ സമരത്തിൽ ഞങ്ങളുടെ സമരം ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട്, മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, RSSുമായി സഹവർത്തിക്കുന്ന, സമ്പർക്കമുള്ള, RSSുമായി വിധേയത്വം പുലർത്തുന്ന ഒരു മാടമ്പി കേരളത്തിൽ ഭരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള സമരത്തിൽ SFI മുന്നോട്ട് വരിക തന്നെ ചെയ്യും.